ഹായ്. ഇപ്പം നല്ല മഴയാണ്. പക്ഷെങ്കിൽ എല്ലാ ചെടികളും നല്ലപോലെ പൂക്കുകയും അതുപോലെ പച്ചക്കറികളെല്ലാം ഒരുവിധം തന്നെ കായ്ക്കുന്നുമുണ്ട് കേട്ടോ. എല്ലാം ഞാൻ ഗ്രോ ബാഗിൽ കുറച്ച് നട്ടിട്ടുണ്ട്, പിന്നെ നിലത്തും കുറേയൊക്കെ നട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല മഴയാണ്. മഴ ഇല്ലാത്ത ഒരു സമയം നോക്കിയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തത്. ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ കൃഷി ചെയ്യുന്നതിന് മുമ്പ് എല്ലാവർക്കും ഒരു സംശയമാണ്, ഇപ്പോൾ എങ്ങനെ ഈ മഴയത്ത് എങ്ങനെ കൃഷി ഇറക്കും എന്ന് ചിന്തിക്കും. പക്ഷേ ചിലരാണെങ്കിൽ മഴ മാറട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കും. മഴ കഴിഞ്ഞിട്ട് നല്ല വെയിൽ വന്നാൽ എന്ത് ചിന്തിക്കും, ഈ ഉണക്കത്ത് എങ്ങനെ കൃഷി ചെയ്യുമെന്ന്. അപ്പോൾ അങ്ങനെ ഒന്നും ചിന്തിച്ചിരിക്കരുത്. എല്ലാ കാര്യങ്ങളും ഒത്തുവരാൻ നമ്മൾ കാത്തു നിൽക്കേണ്ട ഒരു സമയമില്ല. അതിനു മുമ്പ് തന്നെ നമ്മൾ ചിന്തിക്കുക, യഥാസമയം നമ്മൾ വിളയിറക്കുക. ഇപ്പോൾ എന്ത് സീഡാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതങ്ങ് ഇടുക, അത് കിളിക്കും. അപ്പോൾ അങ്ങനെ മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. നല്ലൊരു ശുഭാപ്തി വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ലത് പച്ചക്കറികൾ നടാൻ ഏറ്റവും നല്ല സ്ഥലം, നല്ല വെയിലുള്ള സ്ഥലത്താണ് നമ്മളെപ്പോഴും പച്ചക്കറി കൃഷി ചെയ്യേണ്ടത്. പിന്നെ വളരെ ചിലവ് കുറഞ്ഞ ആഴ്ചയിൽ ഒരിക്കൽ ഈ വളം ഒന്ന് കൊടുത്ത് നോക്കണം കേട്ടോ. ഇത് പലരും ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ നമ്മൾ ചായ ഇട്ടതിന് ശേഷം കിട്ടുന്ന നമ്മുടെ ഈ തേയിലയുടെ ഇതുണ്ടല്ലോ, തേയില നമ്മൾ അരിച്ചെടുക്കുന്ന ആ തേയില ചായ ഇട്ടതിന് ശേഷമുള്ളത്, അത് നമ്മുടെ ഏതെങ്കിലും ഒരു ബോട്ടിലേക്ക് ഇട്ട് വെക്കുക. അതുപോലെ തന്നെ മുട്ടയും നമ്മൾ എപ്പോഴും എടുക്കുന്ന മുട്ടയുടെ തോടും അതിലേക്ക് ഇടുക. കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെക്കണം. 2 ദിവസം കഴിയുമ്പോൾ ഇത് നല്ല വളമായിട്ടിരിക്കും കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ തേയിലയുടെ ഈ മട്ട് നല്ലപോലെ വാഷ് ചെയ്ത് അതിൻ്റെ പാലിൻ്റെ അംശം കളഞ്ഞിട്ടിടുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഈ ഒരു വളം നമ്മളൊരു 5 ഇരട്ടി വെള്ളത്തിലേക്ക് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് വേണം പച്ചക്കറികളുടെയൊക്കെ ചുവട്ടിലേക്ക് കൊണ്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മുടെ വഴുതനയ്ക്കിടും, അതുപോലെ തന്നെ പച്ചമുളകിന്, പടവലത്തിന്, എല്ലാത്തിനും പാവലിന് ഒക്കെ ഇടാൻ പറ്റിയതാണ് ഈ ഒരു വളം കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒരുപാട് അതായത് ചെടി നല്ല സമ്പുഷ്ടമായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരാനും മണ്ണ് നല്ല മൈക്രോ ഓർഗാനിസത്തിനൊക്കെ വളരാനുള്ള നല്ലൊരു മീഡിയമാക്കി മാറ്റാൻ ഈ ഒരു വളത്തിന് സഹായിക്കും. നല്ല ചെടികളൊക്കെ നല്ല പോലെ വളരാൻ നല്ലത് കേട്ടോ. ഇത് കലക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞു തരാം എന്താണ്. നമ്മുടെ തക്കാളിയൊക്കെ നല്ല കിളിച്ച് വരുന്നുണ്ട്. അതിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഈ തക്കാളിയുടെ തണ്ടിന് ഇതേപോലെ സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിന് നല്ലത് കണ്ടോ. ചെറിയൊരു നൂല് കൊണ്ട് ഇങ്ങനെ കെട്ടി വെച്ചാൽ മതി. അതുപോലെ എല്ലാ തക്കാളിക്കും ഇതുപോലെ കൊടുക്കും. ഇത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്ക് ചിലർ കപ്പലണ്ടി പിണ്ണാക്കെന്നൊക്കെ പറയും. പക്ഷേങ്കിൽ കപ്പലണ്ടി പിണ്ണാക്കെന്ന് പറഞ്ഞാൽ നമുക്ക് വളക്കടകളിലൊക്കെ കിട്ടുന്നത് തന്നെയാണ്. അത് രണ്ടും ഓരോ പിടി ഇടുക. അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി ചാരവും കൂടി ഇട്ട് നല്ല രീതിയിൽ കലക്കി വെക്കുക. ഇങ്ങനെ കലക്കി വെച്ചിട്ട് ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് വളമായിട്ട് മാറും. എന്നിട്ട് അതിൻ്റെ തെളിയുണ്ടല്ലോ, തെളി എടുക്കുക. ഒരു ബക്കറ്റ് വെള്ളത്തിൽ എത്ര നിങ്ങൾ കലക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു 3-4 ഇരട്ടി വെള്ളത്തിൽ അങ്ങോട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് പച്ചക്കറികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു സമ്പുഷ്ട വളമാണ്, നല്ല ന്യൂട്രിയൻസും ഒക്കെ ഉള്ളത് കേട്ടോ. നല്ല രീതിയിൽ വിളവെടുക്കാൻ ഈ ഒരു വളം ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. പിന്നെ നമ്മുടെ പാവല് കണ്ടോ, പാവലൊക്കെ കിളിച്ച് വരുന്നുണ്ട്, കായ്ക്കാറായിട്ട് വരികയാണ്. പൂത്ത് തുടങ്ങിയിട്ടുണ്ട്, നല്ല രീതിയിൽ പാവലൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ ബഗ്സിൻ്റെ ഒരു ശല്യമുണ്ട് കേട്ടോ. ഒത്തിരി മിലി ബഗ്സ് ആയാലും ലേഡി ബഗ്, അങ്ങനെ ഒത്തിരി ജീവികൾ വന്ന് ഇലകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും, എല്ലാം വന്ന് ഇങ്ങനെ കടിച്ച് തിന്നിട്ട് പോകും. അപ്പോൾ ചെയ്യാൻ പറ്റിയത്, നമ്മൾ ഈ കീടങ്ങളെ മെയിനായിട്ട് തുരത്താൻ വേണ്ടിയിട്ട് മഞ്ഞ കളറിലും അതുപോലെ നീല ഫിറോമോൺ കെണി കിട്ടും. ആ കെണി നമ്മൾ ഇതിലൊക്കെ തൂക്കിയിടുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള കീടങ്ങളെ നമുക്ക് തുരത്താൻ പറ്റും. അതേപോലെ തന്നെ മഴക്കാലത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തടവെടുക്കുമ്പോൾ ഉണ്ടല്ലോ, മണ്ണിൽ നിന്ന് പൊക്കി, അതായത് അല്പം ഉയരത്തിൽ തടവെടുത്ത് നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ വെള്ളം കെട്ടി നിന്ന് ചീഞ്ഞു പോകത്തില്ല. അതായത് ചേമ്പോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നല്ലപോലെ, ഇത് റാഡിഷാണ്, ഇതൊക്കെ നല്ല ഉയരത്തിൽ ഇങ്ങനെ തടവെടുത്ത് നട്ടിരിക്കുന്നതാണ്. ഇല്ലെങ്കിൽ ഈ മഴയത്ത് വെള്ളമെല്ലാം കെട്ടി നിന്ന് ക്യാരറ്റ് ഇതൊക്കെ പന്നലായി പോകും, ചീഞ്ഞു പോകും.
അപ്പോഴും ഞാൻ ഇതേപോലെ നമ്മൾ ചെയ്യിപ്പിക്കാൻ നേരം ഇങ്ങനെ ഉയരത്തിൽ ഇച്ചിരി തടവെടുത്ത് ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. റാഡിഷൊക്കെ നല്ലപോലെ കിളിച്ച് വരുന്നുണ്ട്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് ഈ റാഡിഷ്. അതുപോലെ ക്യാരറ്റ് ചേമ്പിനൊക്കെ ഉണ്ട് ഇതേപോലെ നല്ല രീതിയിൽ ഇപ്പം തന്നെ വളം ഇട്ട് കൊടുക്കുക. വളം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. നല്ല അതിൻ്റെ ഇലയുടെ കളറൊക്കെ കണ്ടോ, നല്ല പച്ച കളറിൽ നല്ല ഹെൽത്തി ആയിട്ട് വരും. വെണ്ടയൊക്കെ നല്ലപോലെ ഇപ്പോഴേ നമ്മൾ പറിച്ചു തുടങ്ങി. അപ്പോൾ നിങ്ങളിങ്ങനെ ഇന്ന് വിളവിറക്കണം നാളെ വിളവിറക്കണമെന്നൊന്നും നോക്കി നിൽക്കേണ്ട. ഇപ്പം തന്നെ നിങ്ങൾ ചെയ്ത് തുടങ്ങുക. നിങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടുള്ളവർ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതൊരു വെറൈറ്റി പച്ചമുളകാണ്. ഇതിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പണ്ട് മുതലേ നമ്മൾ എപ്പോഴും കാണുന്നു. പക്ഷേ ഇടയ്ക്ക് കണ്ടോ നല്ല എരിയുള്ള ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ഒത്തിരി നല്ല ബെസ്റ്റായിട്ടുള്ളൊരു ഇത് കർണംപൊട്ടി മുളകെന്ന് പറയും. വേറെ പേര് അറിയാവുന്നൊരു താഴെ കമൻറ്റ് ചെയ്തേക്കും കേട്ടോ. കണ്ടോ, ഇത് നല്ല എപ്പോഴും നല്ലപോലെ കായ്ക്കുന്ന ഒരു ഇനമാണിത്. ഇതൊക്കെ നിൽക്കുന്നത് നല്ല വെയിലുള്ള സ്ഥലത്ത്. നല്ല വെയിലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നല്ലപോലെ, അഥവാ നിങ്ങൾക്ക് വെയിലില്ല എങ്കിൽ പറ്റുന്ന വലിയ മരങ്ങളൊക്കെ ഒന്ന് കോതി കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിന് വെയിലൊക്കെ കിട്ടും. നമുക്ക് ആവശ്യത്തിന് പച്ചക്കറികളെല്ലാം കൃഷി ചെയ്തെടുക്കാൻ പറ്റും. ഇച്ചിരി മണ്ണേ ഉള്ളെങ്കിലും അതിൽ കൃഷി വെക്കുക. അതായത് ചെറിയ സ്ഥലത്താണെങ്കിൽ എല്ലാവരും കൃഷി ചെയ്യുക. നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ തന്നെ കഴിക്കാൻ പറ്റും. അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എല്ലാത്തിലും ഭയങ്കരമായിട്ടുള്ള വിഷമടിച്ച് വരുന്ന ഇൻസെക്ടിസൈഡും ഒക്കെ അടിച്ചാണ്. എന്നാൽ മാത്രമേ അവർക്കും കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ കൃഷി തുടങ്ങുക. താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്. ബൈ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.